നമസ്കാരം കൂടാതെ ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ അതായത് 8/7/2026 ബുധനാഴ്ച വൈകിട്ട് സ്വർണ്ണവില സ്വർണ്ണവില നോക്കുമ്പോൾ വീണ്ടും ഒരു ഗ്രാമിൻ്റെ മുകളിൽ 70 രൂപയും ഒരു പവന് മുകളിൽ 560 രൂപയാണ് കുറഞ്ഞത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ലംഘിക്കപ്പെട്ടതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ച് ബുധനാഴ്ച പുലർച്ചെ അമേരിക്ക ഇറാനിലെ പ്രമുഖ സൈനിക കേന്ദ്രങ്ങളിൽ അതിശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. അങ്ങോട്ട് സ്വർണ്ണവില കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇന്നത്തെ വിശദമായി സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 13,245, ഒരു പവൻ 1,05,960. അതുപോലെ 24 ക്യാരറ്റ് 14,449, ഒരു പവൻ 1,15,592. അതുപോലെ 18 ക്യാരറ്റ് 10,837, ഒരു പവൻ 86,696. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. 10 ഗ്രാം വെള്ളിക്ക് ഇപ്പോൾ 2,450 രൂപയിലുമാണ്. സമയം 1 ഗ്രാമിന് 245 രൂപയിലും വ്യാപാരം നടക്കുന്നത്. ഇനി ഇന്നത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടി എന്നുള്ള വാർത്തയാണ് അറിയുന്നത്. ഇനി റബ്ബർ ബോർഡ് കോട്ടയം 4 RSS 4 കിലോ 273, RSS 5 കിലോ 269, ISNA 20 232, ലാറ്റക്സ് 60% ഹെർട്സിന് 176 രൂപ 45 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 273, RSS 5 കിലോ 269. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 265, RSS 5 കിലോ 262. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയിൽ ഒട്ടുപാൽ കിലോ 173, 60% DRCയിൽ ഒട്ടുപാൽ കിലോ 129 രൂപ 75 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. ഇന്ന് രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റബ്ബർ മേഖലയിൽ ഉണർവാണ്. RSS 4ഉം 5ഉം 1 രൂപയാണ് കൂടിയത്. ലാറ്റക്സിൽ 1 രൂപ കൂടി, ISNRലും 1 രൂപ കൂടിയിരിക്കുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിലുണ്ടായ വർധനവും പ്രീമിയം ടയറുകളുടെ കയറ്റുമതി കൂടിയതും അന്താരാഷ്ട്ര തലത്തിൽ പ്രകൃതിദത്ത റബ്ബറിൻ്റെ ആവശ്യം വലിയ തോതിൽ ഉയർത്തിയിട്ടുണ്ട്. ബാങ്കോക്ക് അടക്കമുള്ള വിദേശ വിപണികളിലും സമാനമായ വിലക്കയറ്റം ദൃശ്യമാണ്. നമ്മുടെ രാജ്യത്തെ പെട്രോൾ ഡീസൽ വില കുറയാൻ സാധ്യത. ഈ മാസം 20-ാം തീയതി മുമ്പ് എണ്ണക്കമ്പനികൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് വിവരം. പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പാണ് വില കുറയാൻ സാധ്യത. കാരണം സൗദി അറേബ്യയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞതും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുറഞ്ഞതും ഒക്കെ കണക്കിലെടുത്താണ് സർക്കാർ ഈ തീരുമാനമെടുക്കാൻ പോകുന്നത്. എണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞിട്ട് ഇന്ത്യയിൽ കുറയ്ക്കാത്തത് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നുണ്ട്. അതിനാൽ 20-ാം തീയതി നടക്കാനിരിക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിന് മുമ്പ് ഇന്ധനവില സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി.